BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. 51ാമത് ബഹ്റൈൻ വാർഷിക ഫൈൻ ആർട്സ് എക്സിബിഷൻ വിജയികളെ പ്രഖ്യാപിച്ചു. പെയിന്റിംഗ്, ഇൻസ്റ്റലേഷൻ, ഫോട്ടോഗ്രാഫി, ശില്പം തുടങ്ങിയ വിവിധ മാധ്യമങ്ങളിലായി 67 കലാകാരന്മാരുടെ 150ലധികം സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന ബഹ്റൈൻ വാർഷിക ഫൈൻ ആർട്ട് എക്സിബിഷന്റെ 51ാമത് പതിപ്പ് ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ ആരംഭിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയെ പ്രതിനിധീകരിച്ച ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ നടന്ന പ്രദർശനം ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു. വിജയികളായ കലാകാരന്മാർക്കുള്ള അവാർഡ് ദാനവും ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. സയ്യിദ് ഹസൻ അൽസാരിയും അലി കരീമിയും സംയുക്തമായി അൽദാന അവാർഡ് നേടിയപ്പോൾ ഇബ്രാഹിം അൽ ഗാനിമിന് റഷീദ് അൽ ഖലീഫ ആർട്ട് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചു. സൈനബ് അൽ സബയ്ക്ക് അൽ റിഫാഖ് ആർട്ട് സ്പേസ് അവാർഡും ലഭിച്ചു. ചൊവ്വാഴ്ച ഒഴികെയുള്ള ഔദ്യോഗിക പ്രവൃത്തി സമയങ്ങളിൽ ഏപ്രിൽ 27 വരെ ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ പ്രദർശനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പ്രാദേശികവും അന്തർദേശീയവുമായ കലാകാരന്മാർ, കലാപ്രേമികൾ, നിരൂപകർ എന്നിവരിൽ നിന്നുള്ള വിശാലമായ പങ്കാളിത്തം ഉൾക്കൊള്ളുന്ന ബഹ്റൈൻ വാർഷിക ഫൈൻ ആർട്സ് എക്സിബിഷൻ രാജ്യത്തിന്റെ ഫൈൻ വിഷൻ ആർട്ട് പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന വേദിയായി പ്രവർത്തിക്കുന്നു. വർഷങ്ങളായി പ്രദർശനം വൈവിധ്യമാർന്ന കലാവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ കലാകാരന്മാരെ ആകർഷിച്ചു. സൗദി മാധ്യമ മന്ത്രി സൽമാൻ ബിൻ യൂസഫ് അൽ ദോസറിയെ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ സ്വീകരിച്ചു. സംസ്കാരം, മാധ്യമം, ടൂറിസം എന്നിവയ്ക്കായുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ 4ാമത് യോഗത്തിൽ സൗദി പ്രതിനിധികളുടെ അധ്യക്ഷതയിൽ ബഹ്റൈനിലെത്തിയ സൗദി അറേബ്യയിലെ മാധ്യമ മന്ത്രി സൽമാൻ ബിൻ യൂസഫ് അൽ ദോസറിയെയാണ് രാജാവ് സ്വീകരിച്ചത്. സൗദി ബഹ്റൈൻ കോർഡിനേഷൻ കൗൺസിലിന് കീഴിൽ സ്ഥാപിതമായ സാമൂഹിക വികസനവും 2 വിശുദ്ധ മസ്ജിദുകളുടെ സംരക്ഷകനായ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ്, സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് എന്നിവരുടെ ആശംസകൾ മന്ത്രി രാജാവിനെ അറിയിച്ചു. സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനും കിരീടാവകാശിക്കും രാജാവ് തന്റെ ആശംസകൾ അറിയിച്ചു. സൗദി ജനതയ്ക്ക് കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും നേരുന്നു. സൗദി മാധ്യമ മന്ത്രിയെ രാജാവ് സ്വാഗതം ചെയ്യുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഏകോപന സമിതി യോഗത്തിന് വിജയം ആശംസിക്കുകയും ചെയ്തു. മാധ്യമങ്ങൾ, സംസ്കാരം, വിനോദസഞ്ചാരം, നിക്ഷേപം, സമ്പദ്വ്യവസ്ഥ, വികസനം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിലും ഏകോപനം മെച്ചപ്പെടുത്തുന്നതിലും ഇരു രാജ്യങ്ങളിലെയും കിരീടാവകാശികൾ അധ്യക്ഷനായ സൗദി ബഹ്റൈൻ കോർഡിനേഷൻ കൗൺസിലിന്റെ സുപ്രധാന പങ്കും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇരു രാജ്യങ്ങളും അവരുടെ ജനങ്ങളും തമ്മിലുള്ള ദൃഢമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഹിസ് മജസ്റ്റിയുടെ നിരന്തരമായ പിന്തുണയെ സൗദി മാധ്യമ മന്ത്രി അഭിനന്ദിച്ചു. ICPF ഹാർമണി ഫെസ്റ്റ് 2025 നടത്തി. ICPF ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിച്ച ഹാർമണി ഫെസ്റ്റ് 2025 ജനുവരി മാസം 25-ാം തീയതി സെഗയിലുള്ള ബഹ്റൈൻ മീഡിയ സിറ്റി ഹാളിൽ വെച്ച് നടന്നു. ICPF സമൂഹത്തിലെ എല്ലാ അംഗത്വ സഭകളും അതിലെ വിശ്വാസ സമൂഹവും പ്രധാനമന്ത്രി, യുവജനങ്ങളും ഒത്തുചേർന്ന ഈ മീറ്റിംഗ് അനുസ്മരണീയമായ ഒന്നായി മാറി. ICPF ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് ബ്രദർ അനീഷ് തോമസ് വന്നുകൂടിയവർക്കും സ്വാഗതം ആശംസിച്ചു. YK അൽമോയിദ് സൺസ് ആൻഡ് ഹെവി എക്യുപ്മെന്റ് ഡിവിഷൻ ജനറൽ മാനേജർ ജോർജ് കുട്ടി തോമസ് ഫെസ്റ്റിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സഭാ സമൂഹത്തിൽ ഐക്യവും സഹകരണവും എത്ര പ്രധാനമാണെന്നും സഭയിലും സമൂഹത്തിലും യുവജനങ്ങൾ ദൈവവേലയ്ക്ക് ചുമർ കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചും തന്റെ സന്ദേശത്തിലൂടെ അറിയിച്ചു. പ്രസിഡന്റ് ബ്രദർ നോയൽ ജേക്കബ് യുവജനങ്ങൾ തങ്ങളുടെ താലന്തുകളെ തിരിച്ചറിഞ്ഞ് നടത്തേണ്ട, ക്രിസ്തുവിൽ വളർത്തിയെടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ശേഷം വിവിധ സഭകളിലെ വ്യത്യസ്ത കലാസൃഷ്ടികൾ അവതരിപ്പിച്ചു. ഓരോ കലാസൃഷ്ടികളും ഒന്നിനൊന്ന് വൈചിത്യപൂർണ്ണവും വിനോദകരവും പ്രചോദനവുമായിരുന്നു. ഈ മീറ്റിംഗിൽ കൂടുതൽ ആകർഷകമാക്കുവാൻ ബ്രദർ എബിൻ ജെയിംസ്, സിസ്റ്റർ കെസിയ ഡേവിസ്, എലിസബത്ത് ബേബി എന്നിവർ നിർവഹിച്ച പങ്ക് അഭിനന്ദനാർഹമാണ്. ട്രഷറർ ബ്രദർ ജസ്റ്റിൻ മാത്യു ഈ മീറ്റിംഗിന്റെ കൺവീനറായി സേവനമനുഷ്ഠിച്ചു. സെക്രട്ടറി ബ്രദർ ആഷിഖ് മുരളി വന്നു കൂടിയവർക്ക് നന്ദി അറിയിച്ചു. ഏകദേശം 400 പേര് പങ്കെടുത്ത മീറ്റിംഗ് ആത്മവിശ്വാസത്തിൽ ഒന്നിച്ചുകൂടുന്ന ദൈവജനം പരസ്പരം സ്നേഹത്തിലും സഹവർത്തിത്വത്തിലുമായിരിക്കുന്ന സ്ഥാനത്ത് നിലനിൽക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്താണ് പര്യവസാനിപ്പിച്ചത്. ഫാദർ ഡൈസൺ യേശുദാസിന് KCA സ്വീകരണം നൽകി. തെക്കേ കൊല്ലങ്കോട് ഇടവകയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈനിലെത്തിയ ഫാദർ ഡൈസൺ യേശുദാസിന് KCAയും തിരുവനന്തപുരം അതിരൂപത പ്രവാസികളും ചേർന്ന് സ്വീകരണം നൽകി. KCA പ്രസിഡന്റ് ജെയിംസ് ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവ് KG ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. KCA ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതവും സൂസൈ നായകം നന്ദിയും രേഖപ്പെടുത്തി. മറുപടി പ്രസംഗത്തിൽ ഫാദർ
ഡൈസസ് ബഹ്റൈനിൽ നിന്നും 2 വർഷമായി കാണാതായ 2 മത്സ്യത്തൊഴിലാളികളുടെ അന്വേഷണത്തിന് വേണ്ടിയും ദുബായിൽ ജോലിയിൽ കഴിയുന്ന 2 മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു. യോഗം ഉദ്ഘാടനം ചെയ്ത KG ബാബുരാജനും KCA പ്രസിഡന്റ് ജെയിംസ് ജോണും വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. പ്രസ്തുത യോഗത്തിൽ കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ, KCA മുൻ പ്രസിഡന്റ് സേവി മാത്തുണ്ണി, തുത്തൂർ ഫെറോന മെമ്പർ മരിയ നായകം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല 27ാമത് വാർഷികവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും നടന്നു. അദാരി ഗാർഡനിലുള്ള ന്യൂ സീസൺ ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് R. സനൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഫാറ്റ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ കേരള ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിച്ച് സംസാരിച്ച അദ്ദേഹം പ്രവാസി സമൂഹത്തിനുള്ളിൽ ഇതുപോലുള്ള സംഘടനകളുടെ ഐക്യത്തോടുള്ള പ്രവർത്തനം മാതൃകയാണെന്ന് അഭിപ്രായപ്പെട്ടു. ഫാറ്റ് പ്രസിഡന്റ് റൂബി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ഭാരതം ആദരിച്ച വ്യവസായ പ്രമുഖനും തിരുവല്ല സ്വദേശിയുമായ KG ബാബുരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. അമേരിക്കയിൽ യാത്രാ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് തകർന്ന നദിയിൽ വീണു. അമേരിക്കയിൽ ഹെലികോപ്റ്ററും വിമാനവും കൂട്ടിയിടിച്ചാണ് തകർന്നത്. വാഷിംഗ്ടൺ DC-യിൽ റീഗൻ വിമാനത്താവളത്തിനടുത്താണ് സംഭവം. തകർന്ന വിമാനം പെട്ടോമാക് നദിയിൽ പതിച്ചു. അമേരിക്കൻ സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 5342 കൂട്ടിയിടിച്ചത്. കളരിപ്പയറ്റ് ദേശീയ ഗെയിംസിൽ മത്സര ഇനമാക്കണമെന്ന ഹർജി PT ഉഷയ്ക്ക് നോട്ടീസ്. ഡൽഹി ഹൈക്കോടതിയാണ് നോട്ടീസ് അയച്ചത്. ഒളിമ്പിക് അസോസിയേഷനും കേന്ദ്ര ഉത്തരാഖണ്ഡ് സർക്കാരുകൾക്കും നോട്ടീസ് നൽകി. ഹരിയാന സ്വദേശി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. കളരിപ്പയറ്റ് ഇത്തവണ പ്രദർശനം ഇനം മാത്രമാണ്. കഴിഞ്ഞ തവണ ഗോവയിൽ 19 സ്വർണ്ണമടക്കം 22 മെഡലാണ് കളരിപ്പയറ്റ് സംഘം നേടിയത്. ഇത്തവണ കളരിപ്പയറ്റ് മത്സര ഇനമാക്കാൻ കഴിയില്ലെന്നും ഒളിമ്പിക് അസോസിയേഷൻ നിലപാടെടുത്തിരുന്നു. പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി വയനാടെത്തണമെന്നും T. സിദ്ദീഖ് MLA പറഞ്ഞു. വന്യമൃഗാക്രമണം മുഖ്യമന്ത്രി വയനാട്ടിലെത്തണമെന്നാണ് T. സിദ്ദീഖ് MLA പറഞ്ഞത്. വേദനയുടെ സമയത്ത് എന്താണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്താത്തത്? പ്രിയങ്ക ഗാന്ധിയെ കരിങ്കൊടി കാട്ടിയത് CPM-ന്റെ രാഷ്ട്രീയ പാപ്പരത്തമെന്നും T. സിദ്ദീഖ് MLA വിമർശിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് രാധയുടെ വീട് സന്ദർശിക്കാത്തത്? പ്രിയങ്ക ഗാന്ധിയെ കരിങ്കൊടി കാട്ടുമ്പോൾ ഇത് പറയേണ്ടതല്ലേ? CPIM ഇക്കാര്യത്തിൽ ആത്മവിമർശനത്തിന് തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.